ദീർഘമായ അവസരം ഇത് മാത്രമല്ല എല്ലാ പല ആവർത്തന വ്യവസ്ഥ ഉണ്ടാകുവാൻ വിശദമായ ഇതിന് തന്നെ അവശ്യം നമ്മുടെ സമീപകാലത്തെ അനുഭവങ്ങളിൽ വസ്തുതകളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ചില സൂചനകൾ നൽകി ഞാൻ പിൻവാങ്ങാൻ കരുതുകയാണ്. അതിൽ പുതുതായി വന്നിട്ടുള്ള അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പ്രഥമമായി സൂചിപ്പിക്കാം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈദ്യുതി ബോർഡിൽ ഏകദേശം 3 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള പെൻഷൻകാരുടെ ഈ സംഘടന നിലനിൽക്കുകയാണ്. പെൻഷൻസ് കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊള്ളേണ്ടി വന്നു. രൂപം പുതുക്കേണ്ടി വന്നതല്ല, രൂപം കൊള്ളേണ്ടി വന്നു. അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇതൊരു സംഘടന രൂപീകരിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുണ്ടായിരുന്ന സംഘടന, മറിച്ച് വൈദ്യുതി ബോർഡിന്റെ പെൻഷനുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കമ്പനിവൽക്കരണം. 2013 ഒക്ടോബർ മാസം 21-ാം തീയതി നമ്മുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് അനുസരിച്ച് രൂപീകൃതമായിരുന്ന വൈദ്യുതി ബോർഡ് KSEB എന്ന് പറയുന്ന സ്ഥാപനം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നിയമമനുസരിച്ചുള്ള ഒരു കമ്പനിയായി രൂപം മാറിയതാണ്, രൂപീകരിച്ചതാണ്. കേരളത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വഴിത്തിരിവ്. അങ്ങനെ മാറുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായ ഒരാശങ്കയും ഏറ്റവും പ്രധാനമായ ഒരു ചർച്ചയും ഏറ്റവും വലിയ തർക്ക വിതർക്കങ്ങൾക്കും ഉത്തരവുകൾക്കും സമരങ്ങൾക്കും കേസുകൾക്കും ഒക്കെ ആധാരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ അന്ന് ജോലി ചെയ്തിരുന്ന 30,000-ഓളം വരുന്ന തൊഴിലാളികൾ, ജീവനക്കാർ, അത്ര തന്നെ ഉണ്ടായിരുന്ന പെൻഷൻകാർ, അവരുടെ ഭാവിയിലെ പെൻഷനും ഭാവിയിലെ ശമ്പളവും നിലവിലുള്ള ആനുകൂല്യങ്ങളും എങ്ങനെ കമ്പനി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമാക്കുക ഒരു സ്ഥാപനത്തിൽ സംരക്ഷിക്കാൻ കഴിയും. അത് നിസ്സാരമായ ചോദ്യമല്ല. കാരണം ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് 1957 രൂപീകൃതമാകുമ്പോൾ അന്നു മുതൽ ഉള്ള ഈ പറയുന്ന 2013 വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1/2 നൂറ്റാണ്ട് പിന്നിട്ടില്ല, 86 വർഷങ്ങളില്ല. അതുവരെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചരിത്രം എന്ന് പറയുന്നത് തൊഴിലാളി സമരങ്ങളുടെയും ദീർഘകാല കരാറുകളുടെയും നമ്മുടെ വ്യവസായ ചട്ട നിയമത്തിന്റെയും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെയും തൊഴിൽ നിയമങ്ങളുടെയും കേരളത്തിലെ സർവീസ് റൂളിന്റെയും ഒക്കെ പിൻബലത്തിൽ നമ്മൾ ആർജിച്ചു വച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. വ്യവസായ ചട്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി കരാറിന്റെ മാനേജ്മെന്റും തൊഴിലാളി യൂണിയനുകളും തമ്മിലുണ്ടാക്കുന്ന കരാർ KSR നമ്മൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് KSRന്റെ എല്ലാ ആനുകൂല്യങ്ങളും നിലനിർത്താൻ കാരണമുണ്ട്. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിൽ രൂപവൽക്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ പറയുന്ന കൈമാറ്റ പദ്ധതി പോലെ അല്ലെങ്കിൽ സർക്കാരിന്റെ വിജ്ഞാപനം പോലെ ത്രികക്ഷി കരാർ പോലെ ഒക്കെ ഉണ്ടായിട്ടുള്ള ഉത്തരവുണ്ട്. സർക്കാർ വകുപ്പിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡായിട്ട് മാറുമ്പോൾ അന്ന് സർവീസിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഡിപ്പാർട്ട്മെന്റ് സർക്കാർ വകുപ്പിൽ ഉണ്ടായി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് മാറിയിട്ടുള്ള ആളുകളുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇതുപോലെ ത്രികക്ഷി കരാർ പോലെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉത്തരവ് പോലെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് KSR ബാധകമാക്കുന്നത്. അങ്ങനെയാണ് പുതിയ ബോർഡ് ഉണ്ടായപ്പോൾ വ്യവസായ നിയമം ബാധകമാക്കുന്നത്. അപ്പൊ അത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തൊഴിലാളി സമരങ്ങളുടെയും സംഘടനാ പ്രവർത്തനത്തിന്റെയും നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റാത്ത ഒരു അധ്യായമാണ്, ഒരു ചരിത്രമാണ്. ആ ചരിത്രം ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനി ആകുന്നത് വരെ അതുവരെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ
ഒന്നും നഷ്ടപ്പെടാതെ തന്നിയുടെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചിട്ടുള്ള സംഘടനാ ചരിത്രമാണ് ഇലക്ട്രിസിറ്റി ബോർഡിനുള്ളത്. അത് ഏത് ട്രേഡ് യൂണിയൻ, ഏത് രാഷ്ട്രീയ കക്ഷി, ഏത് സംഘടന എന്ന ആ വ്യതിരിക്തതയ്ക്ക് അതീതമായി ആർജിച്ച ആനുകൂല്യം. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനിയാകുവാൻ ഇന്ത്യയിൽ കമ്പനിയായ ബോർഡുകളുടെ അവസാന ഇനമായി ചേരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. അതുമായി ബന്ധപ്പെട്ട് സമരങ്ങളുണ്ടായി, ചർച്ചകളുണ്ടായി. 6 വർഷത്തിലധികം 2003 ആക്ടിന് ശേഷം 10 കൊല്ലം കഴിഞ്ഞ് അതിനിടയ്ക്ക് 2007 വൈദ്യുതി ബോർഡിനെ കമ്പനിയാക്കുവാൻ സർക്കാർ തീരുമാനിച്ചു. കേരളത്തിലെ പ്രമുഖരായ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ 2007 ജൂലൈ മാസം 1-ാം തീയതി ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനിയാകുമെന്ന് പത്രപ്രതിനിധികളോട് മന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രസ്താവിച്ചു. അവിടെ നിന്ന് 2013 തിരിഞ്ഞു പോകുമ്പോൾ 2013 എത്തുവാൻ എടുത്ത സമയം 2007 നിന്ന് 2013 ആ ദൂരം ഒരു ചെറിയ ദൂരമല്ല. അങ്ങനെ കമ്പനിയാവുന്ന സമയത്ത് സംരക്ഷിക്കേണ്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് വിവിധ തൊഴിലാളി സംഘടനകളിൽ ഉണ്ടായിരുന്ന, അന്ന് വൈദ്യുതി ബോർഡിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ജീവനക്കാർ അവരുടെ സംഘടനകളിൽ ഉയർത്തിയ കലാപത്തിന്റെ ഫലമായിട്ടാണ് 2013 വരെ വൈദ്യുതി ബോർഡിന്റെ കമ്പനികൾ ഒരു സംഘടനയില്ല. ആ നേതൃത്വത്തിനെതിരെ ഉയർത്തിയ കലാപം. കമ്പനിയാകുമെന്ന് പ്രഖ്യാപിച്ച നേതാക്കന്മാർക്കെതിരെ ആ സംഘടനയിലെ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ജീവനക്കാരൻ ഉയർത്തിയ കലാപത്തിന്റെ ഫലമായിട്ടാണ് 2013 വരെയും കമ്പനികൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് പുതുതായി രൂപവത്കരിക്കുന്ന കമ്പനിക്ക് സ്വതന്ത്രമായി നടത്തുവാനുള്ള നിയമനാധികാരം, സ്വതന്ത്രമായി നടത്തുവാനുള്ള പ്രൊമോഷൻ വ്യവസ്ഥകൾ, വ്യവസായ തർക്ക നിയമത്തിന്റെ പരിരക്ഷയില്ലായ്മ, KSR പരിപാലിക്കാതെയുള്ള വ്യവസ്ഥകൾ. അങ്ങനെ ഒരു സ്വതന്ത്ര സർക്കാർ കമ്പനി എന്ന നിലയിൽ നിന്ന് നിലവിലുള്ള എല്ലാ ആനുകൂല്യങ്ങളെയും ഇലക്ട്രിസിറ്റി ആക്ടിന്റെ 131 മുതൽ 133 വരെ ജീവനക്കാരന്റെ ആനുകൂല്യങ്ങളിൽ കുറവ് വരാൻ പാടില്ല എന്ന് പറയുന്ന പരിരക്ഷയുടെ പിൻബലത്തോടുകൂടി അത് നടപ്പാക്കാതെ ഇത് സാധ്യമല്ല എന്ന നിലപാട് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടാണ് ത്രികക്ഷി കരാറിലേക്കും 2ാം കൈമാറ്റ പദ്ധതിയിലേക്കും ഒക്കെ ഈ കമ്പനികൾക്ക് മാറി. ജീവനക്കാരന്റെ പെൻഷനും ആനുകൂല്യങ്ങളും, നിലവിലുള്ള പെൻഷൻകാരന്റെ പെൻഷനും സംരക്ഷിക്കണം എന്ന് പറഞ്ഞത് വൈദ്യുതി ബോർഡിലെ അന്നുണ്ടായിരുന്ന ട്രേഡ് യൂണിയൻ അംഗങ്ങളാണ്, നേതാക്കന്മാരാണെന്ന് പോലും ഞാൻ പറയുന്നില്ല. അതിന്റെ ഫലമായി ഉണ്ടാക്കിയതാണ് ഈ ത്രികക്ഷി കരാർ. അതിനുശേഷം എന്താണ് ഈ കരാറിന്റെ ഇന്നത്തെ അവസ്ഥ? എന്താണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെൻഷൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം? എന്താണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തൊഴിലാളിന്റെ ആനുകൂല്യമായി നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചുറ്റും പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിനെ കമ്പനിയാകുന്ന സമയത്ത് കമ്പനി ആകുന്നത് വരെയുള്ള പെൻഷൻ ബാധ്യത കണ്ടെത്തിയിട്ടില്ല. 2011 സെപ്റ്റംബർ മാസം 30 വരെയുള്ള പെൻഷൻ ബാധ്യതയാണ്. ആ പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് 7,586 കോടി രൂപയാണ്. കമ്പനി ആക്കുന്ന സമയത്തുണ്ടാക്കിയ ത്രികക്ഷി കരാർ പ്രകാരം ഈ 7,584 കോടി രൂപയുടെ 35%, ഏകദേശം 35% സർക്കാരും 65% KSEB വഹിക്കാം എന്നാണ്. പക്ഷെ അത് അന്ന് വരുന്ന പെൻഷൻ ബാധ്യത അല്ല. പക്ഷേ പിന്നീട് ഈ പെൻഷൻ ബാധ്യത നിർവഹിക്കുവാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന പെൻഷൻ ഫണ്ട് തികയാതെ വന്നാൽ, അങ്ങനെ തികയാതെ വരുന്നത് സർക്കാരും KSEB ലിമിറ്റഡും ഇതേ അനുവാദത്തിൽ നിർവഹിക്കുവാനാണ് കരാറുണ്ടായത്. മാസ്റ്റർ ട്രസ്റ്റ് അവിടെ 2016 രജിസ്റ്റർ ചെയ്തു.
2015 രജിസ്റ്റർ ചെയ്തു. 16 ആദായനികുതി ഇളവുകൾ കിട്ടി. 2017 ഏപ്രിൽ മാസം 1-ാം തീയതി മാസ്റ്റർ ട്രസ്റ്റ് നിലവിൽ. ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻകാരൻ തികട്ടി കരാറിലില്ല. ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻകാരന്റെ പെൻഷൻ സംരക്ഷിക്കുവാൻ ഉണ്ടാക്കേണ്ട ത്രികക്ഷി കരാറിൽ ഒരു പെൻഷൻകാരന്റെ പ്രതിനിധി പോലും, പെൻഷൻ സംഘടനയുടെ പ്രതിനിധി പോലും പോലെ, പെൻഷനായ ട്രേഡ് യൂണിയന്റെ പെൻഷൻ സംഘടനയുടെ അന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 29 വർഷം പഴക്കമുള്ള ഒരു പെൻഷൻ സംഘടന, 14 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു പെൻഷൻ സംഘടന ഈ സംസ്ഥാന വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് നിരക്ഷി കരാറിൽ ഉൾപ്പെടാൻ മാസ്റ്റർ ട്രസ്റ്റ് രൂപീകൃതമായി. മാസ്റ്റർ ട്രസ്റ്റ് അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെയും ഓഫീസർ സംഘടനകളുടെയും പ്രതിനിധികൾ ഉണ്ടാകുമെന്ന് ഈ പറയുന്ന മാസ്റ്റർ ട്രസ്റ്റിന്റെ നിയമാവലി ബൈലോയിൽ പറയും. അവിടേക്കും ആരില്ല, പെൻഷൻകാരന്റെ പെൻഷൻകാരന് വേണ്ടി പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി സ്വന്തമായി പ്രവർത്തിക്കേണ്ടതാണ് മാസ്റ്റർ ട്രസ്റ്റ്. ഇലക്ട്രിസിറ്റി ബോർഡ് KSEB ലിമിറ്റഡ് അല്ല നമുക്ക് പെൻഷൻ തരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പെൻഷൻ തരുന്നത് മാസ്റ്റർ ട്രസ്റ്റ്. KSEB ലിമിറ്റഡ് എംപ്ലോയീസ് മാസ്റ്റർ പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ട്രസ്റ്റ് എന്ന് പറയുന്ന 1882 ഇന്ത്യൻ ട്രസ്റ്റ് നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന മാസ്റ്റർ ട്രസ്റ്റിൽ നിന്നാണ് പെൻഷൻ കിട്ടുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ KSEB ലിമിറ്റഡ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള മാസ്റ്റർ ട്രസ്റ്റിന്റെ ട്രസ്റ്റി സർക്കാരിന്റെയും ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും കൂടാതെ ട്രസ്റ്റി ആയിട്ടുള്ള ആരാണ്? അംഗീകൃത സംഘടനകളുടെ പ്രതിനിധിയും ജീവനക്കാരുടെ സംഘടനയും പെൻഷൻകാരുടെ. അവർ പ്രതിനിധികളാകുന്നതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിലനിൽക്കുന്ന തിരുമണ്ടൻ പെൻഷൻ സംഘടനക്കാരും ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇന്ന് പണിയെടുക്കുന്ന ജീവനക്കാരനും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ബാധകമായിട്ടുള്ള ജീവനക്കാരും പെൻഷൻ വാങ്ങി ഭക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൻഷൻകാരനും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തില് ഇലക്ട്രിസിറ്റി ബോർഡിലെ പുതുതായി 2013 ശേഷം ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ജീവനക്കാരന് നിലവിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ബാധകമല്ല. അവരുടെ പെൻഷൻ കൊടുക്കേണ്ടത് ആരുമല്ല, മാസ്റ്റർ ട്രസ്റ്റുമല്ല. മാസ്റ്റർ ട്രസ്റ്റ് എന്നതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. കമ്പനി ആവുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ബാധകമായിട്ടുള്ള ജീവനക്കാർ, അന്ന് നിലവിലുണ്ടായിരുന്ന പെൻഷൻകാരൻ, തുടർന്ന് പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും കൊടുക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് മാസ്റ്റർ ട്രസ്റ്റ്. ആ മാസ്റ്റർ ട്രസ്റ്റിന്റെ പേരിൽ പോലും പെൻഷൻകാരൻ. അപ്പോ അങ്ങനെയുള്ള ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ഇതിനകത്ത് വന്നാൽ അവരിയ്ക്കുന്നതുകൊണ്ട് അസ്വസ്ഥതയോടെ പറയും. എന്താ കുഴപ്പം? കുറച്ചു കഴിയുമ്പോൾ ഇപ്രാവശ്യം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഏകദേശം 2000-ഓളം 2030 വരെ 1500-നും 2000-നും ഇടയ്ക്കുള്ള ജീവനക്കാർ വൈദ്യുതി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ റിട്ടയർ ചെയ്ത് 2030 4 കൊല്ലം കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജീവനക്കാരനും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങേണ്ട ജീവനക്കാരനല്ല, കോൺട്രിബ്യൂട്ടറി പെൻഷൻ വാങ്ങേണ്ട ജീവനക്കാർ. ആ കോൺട്രിബ്യൂട്ടറി പെൻഷൻ വാർഷികമായിട്ടുള്ള ജീവനക്കാരന് പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിന് കൊടുക്കേണ്ടത്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അവസ്ഥ എന്താണ്? 2500 കോടി രൂപ പ്രതിവർഷം നഷ്ടത്തിലെത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് KSEB ലിമിറ്റഡ്. KSEB ലിമിറ്റഡ് കഴിഞ്ഞ 6 മാസമായി ഇലക്ട്രിസിറ്റി ബോർഡിൽ പെൻഷൻ കൊടുത്തത് നമ്മൾ പിടിച്ചുകൊടുത്ത ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയിൽ നിന്നാണ്. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടന കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് 2023 നവംബർ മാസം 1-ാം തീയതി മുതൽ ഡ്യൂട്ടി തിരിച്ചടയ്ക്കാനും പെൻഷൻ ഫണ്ടിംഗ് വ്യവസ്ഥകൾ അപ്പാട് റദ്ദു ചെയ്തുകൊണ്ടും ഇറക്കിയ സർക്കാർ വിജ്ഞാപനം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട്
9 മാസമായി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കൈവശം. അങ്ങനെ ഡ്യൂട്ടി കൈവശമില്ലായിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാരിൽ സംഭവിച്ചതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരന്റെയും ശമ്പളവും പെൻഷനും മുടങ്ങുമായി. ഇത് നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്നവരാണ് തിരുവനന്തപുരം വൈദ്യുതി ഭവനിൽ പണിയെടുക്കുന്ന ജീവനക്കാരും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മാനേജ്മെന്റും വൈദ്യുതി മന്ത്രി. അതുകൊണ്ടാണ് 2024 ഏപ്രിൽ റിട്ടയർ ചെയ്ത 17 ജീവനക്കാരിൽ 19 ജീവനക്കാരിൽ 17 പേരും പെൻഷൻസ് കൂട്ടായ്മയിൽ അംഗത്വപ്പെട്ടത്. അതുകൊണ്ടാണ് മെയ് മാസം 31-ാം തീയതി വൈദ്യുതി ഭവനിൽ നിന്ന് റിട്ടയർ ചെയ്ത 56 ജീവനക്കാരിൽ 56 ജീവനക്കാരും പെൻഷൻസ് കൂട്ടായ്മയിലാണ്. ഇത് നമ്മുടെ സെക്ഷൻ ഓഫീസുകളിലും നമ്മുടെ ഡിവിഷൻ ഓഫീസുകളിലും ഒരുമിച്ച് നടക്കുന്നത് പക്ഷെ അറിയാൻ പറ്റും. പക്ഷെ ഇത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഇത് പ്രചരിപ്പിക്കുവാൻ നമുക്ക് കഴിയും. അത് പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പറയുന്ന 3 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാക്കിയ 4000 അംഗങ്ങളല്ല ഈ സംഘടനയിൽ. 3 വർഷത്തിനുള്ളിൽ 2.5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് 4000 അംഗങ്ങളിൽ സംഘടന ഉണ്ടായി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സംഘടനാ ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഈ അവകാശപ്പെടുന്ന ആനയും അമ്പാടിയുമുള്ള പെൻഷൻ സംഘടന 3 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ അംഗത്വം 740 പേരായി. അപ്പോ അതിന്റെ ആവശ്യകത ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരെയും പെൻഷൻകാരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ബോധ്യമുണ്ടാകും. അതാണ് ഇതിന്റെ പ്രസവമായി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ സംഘടന ഒരു വ്യക്തിപരമായി വാട്സപ്പ് ഗ്രൂപ്പായി തുടങ്ങി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാനോടും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനോടും വൈദ്യുതി മന്ത്രിയോടും ധനമന്ത്രിയോടും ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെടുകയും റെഗുലേറ്ററി കമ്മീഷന്റെ പൊതുവെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി മാസ്റ്റർ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് അതിശക്തമായ വാദം ഉന്നയിക്കുകയും റെഗുലേറ്ററി കമ്മീഷൻ മാസ്റ്റർ ട്രസ്റ്റ് വിഷയത്തിൽ ഇടപെടുകയും ചെയ്ത സാഹചര്യം. ആ സാഹചര്യത്തിലാണ് അന്നത്തെ റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാനും അന്നത്തെ വൈദ്യുതി ബോർഡിന്റെ ചെയർമാനും വൈദ്യുതി മന്ത്രിയും നിങ്ങൾ പറയുന്ന വസ്തുതകൾ ഞങ്ങൾക്ക് ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾ നിയമപരമായി വ്യവസ്ഥാപിതമാകുന്ന ഒരു സംഘടനയായി മാറണം. അതുകൊണ്ട് നിങ്ങൾ ഒരു സംഘടനയായി രജിസ്റ്റർ ചെയ്യണം. ഒരു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചുള്ള സംഘടനയായി രജിസ്റ്റർ ചെയ്യണം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ത്രികക്ഷി കരാറും കമ്പനിവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇടപെട്ടിട്ടുള്ള അന്നത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായിട്ടും വൈദ്യുതി ബോർഡിലെ അന്ന് മാനേജ്മെന്റ് തലത്തിൽ ഇക്കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ള ആളുകളുമായിട്ടും ആശയവിനിമയം നടത്തി കക്ഷി രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിന്റെ ആശയവിനിമയം നടത്തിയതിന്റെ പരിണതഫലമാണ് പറയുന്ന ചാരിറ്റബിൾ അതാണ് ഈ സംഘടനയുടെ ഫസ്റ്റ്. അങ്ങനെ ഒരു സംഘടന രൂപീകൃതമാകുമ്പോൾ ധാരാളം സംഘടന, ചെറിയ സംഘടനകൾക്കുമല്ല, ഗജജില്ലികളായിട്ടുള്ള സംഘടനകൾ, ഫ്ലാറ്റുള്ള സംഘടനകൾ, കാറുള്ള സംഘടനകൾ, അല്ലെ, നാട് ഭൂമിയുള്ള സംഘടനകൾ, കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള സംഘടനകൾ. അതിനിടയിൽ ഇത്രയും സംഘടനകൾ ഉണ്ടായിട്ടും എന്തും സംഭവിച്ചു. വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരനും ജീവനക്കാരനും ഈ മുൾമുനയിൽ, ഈ ശരശയിൽ എങ്ങനെ എത്തിപ്പെട്ടു? അവന്റെ ജീവിതത്തിൽ എങ്ങനെ ഈ തുലാസിൽ തുമ്മുന്ന സാഹചര്യങ്ങളായി? 2016 മുതൽ 2021 വരെയുള്ള 2 ശമ്പള പരിഷ്കരണം തിരിച്ചുപിടിക്കണമെന്ന സർക്കാരിന്റെ തീരുമാനം. അതിന് ഇന്ന് വരെ സർക്കാർ അംഗീകാരം നടത്തിയിട്ടില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ എത്രയോ പുനഃക്രമീകരണക്കാരുണ്ട്. ഇതിനു മുമ്പൊന്നും ഇലക്ട്രിസിറ്റി ബോർഡിൽ ശമ്പള പരിഷ്കരണ കരാർ ഉണ്ടായിട്ടില്ല. എത്രയോ വിവാദമായ ശമ്പള കരാറുകൾ ഇലക്ട്രിസിറ്റി ബോർഡിലുണ്ടായി. നിങ്ങൾക്കറിയില്ലേ? അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ശമ്പള പരിഷ്കരണത്തിന്റെ ഫിക്സേഷൻ തിരിച്ചുപിടിക്കുവാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുത്ത കാലമുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കേരളത്തിന്റെ സർക്കാരിന് അത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന്
സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി പറയുന്നു, അഡീഷണൽ ചീഫ് സെക്രട്ടറി പറയുന്നു, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഫിനാൻസ് ഡയറക്ടറെ മുന്നിലിരുത്തി പറയുന്നു, നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ നാട്ടിലെ സാധാരണ കള്ളന്മാരെക്കാൾ താഴ്ന്ന കള്ളന്മാരാണ്, നിങ്ങൾ മാസ്റ്റർ ട്രസ്റ്റിന് സർക്കാർ തന്നിട്ടുള്ള 8,000 കോടി രൂപ വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നു. മാസ്റ്റർ ട്രസ്റ്റിൽ ഒരു പൈസ പോലുമില്ല. മാസ്റ്റർ ട്രസ്റ്റിന്റെ പെൻഷൻ മുടങ്ങിയാൽ സംസ്ഥാന സർക്കാർ ഉത്തരവാദിയല്ല. കരാറനുസരിച്ച് 10 വർഷം നൽകാനുള്ള ഡ്യൂട്ടി ഉൾപ്പെടെ നിങ്ങൾക്ക് നിർണ്ണയിക്കുന്നു. ആ ഡ്യൂട്ടി നിങ്ങൾ അന്ന് നിശ്ചയിച്ച ഭാവി പെൻഷൻ ബാധ്യതയേക്കാൾ 35% കൂടുതലാണ്. ഇനി ഒരു നയാ പൈസ പോലും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് പെൻഷൻ ബാധ്യതയായി ഈ സർക്കാരോ ഈ സർക്കാർ തരികയില്ല എന്ന് വളരെ കൃത്യമായിട്ട് ആര് പറയുന്നു? ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി. രാഷ്ട്രീയമായി തീരുമാനം ഉണ്ടാക്കുവാൻ ആണ്ടോടാണ്ട് വട്ടം ഓടിയ ശൈല പ്രദക്ഷിണം നടത്തിയ ഇഷ്ടമായ സംഘടനകളുണ്ട്. ഒരു ഇതും നടത്തില്ല. ഇന്ന് പെൻഷേഴ്സ് കൂട്ടായ്മയുടെ ഔദാര്യത്തിലാണ് ആ സംഘടനക്കാരൻ പോലും അന്നമുണ്ടത് എന്ന് നടത്തി. അത് മറക്കരുത്. അപ്പോ ഈ സാഹചര്യത്തിൽ രൂപം കൊടുത്ത സംഘടന എങ്ങനെ ആയിരിക്കണമെന്ന് സംബന്ധിച്ച് നമുക്ക് കൃത്യമായി എന്താണ് ഈ സംഘടനയുടെ കുഴപ്പം? ഈ സംഘടനകളെല്ലാം രാജാബിർളമാരായി മാറി. ഈ സംഘടനകളെല്ലാം കോർപ്പറേറ്റ് പിത്തകളെ പോലെയുള്ള സ്ഥാപനങ്ങളാണ്. ഭാവി ഇലക്ട്രിസിറ്റി ബോർഡ് തൊഴിലാളികൾ ട്രാൻസ്ഫറിന്റെ ഉമ്മാക്കി പറഞ്ഞ് പേടിപ്പിച്ച് പൊടിച്ചു കടിച്ച സംഘടനകളായി പരിണമിച്ചു. ആ സംഘടനയ്ക്ക് ഇതൊന്നൊരു വിഷയമില്ല. അവരുടെ വാദം പിന്തുടർന്ന് അജീർണം ബാധിച്ച് എഴുന്നേക്കാൻ പാടില്ലാതെ നടക്കുന്ന വേറൊരു പ്രപിതാമകന്മാരുടെ കിതപ്പ് സംഘടന. ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചരിത്ര. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തൊഴിൽ മേഖലയിലെയും പെൻഷൻ മേഖലയിലെയും. അപ്പൊ അതുകൊണ്ട് ഈ സംഘടനയ്ക്ക് അത്തരം ന്യൂനതകൾ ഉണ്ടാകരുത് എന്ന് കരുതി നിശ്ചയിച്ചുറപ്പിച്ചാണ് ഇതിന്റെ ബൈലോ. എന്താണ് ഇതിന്റെ ബൈലോ? ഇതിന്റെ ബൈലോ പറയുന്നത് ഈ സംഘടനയ്ക്ക് ആസ്തി പാടില്ല. ഈ സംഘടന കെട്ടിടം പണിയാനുള്ളതല്ല, ശവകുടീരം പണിയാനുള്ളതല്ല. ഈ സംഘടന സ്വത്തുണ്ടാക്കാനുള്ളതല്ല. ഈ സംഘടനയിലെ ഭാരവാഹി അവിടെ ജനിച്ച് മരിക്കാനുള്ളതല്ല. ഈ സംഘടനയുടെ ഭാരവാഹി തുടർച്ചയായി 3 വർഷം മാത്രമേ ഭാരവാഹി തുടരാനൂ. ഈ സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ ഫീയും സബ്സ്ക്രിപ്ഷനും അല്ലാതെ, വാർഷിക വരിസംഖ്യയും അല്ലാതെ മറ്റ് യാതൊരുവിധ നിർബന്ധിത പിരിവുകളും പാടില്ല. അങ്ങനെ പിരിക്കുന്ന തുക ഒരൊറ്റ കേന്ദ്രീകൃത അക്കൗണ്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത് റിട്ടേൺ സമർപ്പിക്കുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ഏത് പൈസയുടെയും അക്കൗണ്ട് സൂക്ഷിക്കുന്നത് എവിടെയാണ്? നമ്മളുടെ കേന്ദ്ര അക്കൗണ്ടിലാണ്. അവിടെ നിന്ന് നൽകുന്ന രസീതുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ അങ്ങനെ സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയായിരിക്കണം. ആ സംഘടനയ്ക്ക് കക്ഷി രാഷ്ട്രീയ പരിഗണന പാടില്ല. അതിന് 2 അർത്ഥവാക്യങ്ങൾ മാത്രമേ പാടുള്ളൂ. ഒന്ന്, വൈദ്യുതി ബോർഡിലെ പെൻഷൻ സുരക്ഷ. മറ്റൊന്ന്, വൈദ്യുതി ബോർഡിന്റെ പെൻഷൻകാരന്റെ സാമൂഹിക സുരക്ഷ. അതിനുവേണ്ടി നിയമസമര പോരാട്ടങ്ങൾ നടത്താൻ ഉണ്ടാക്കിയതാണ് ആ സംഘടന. 2.5 കൊല്ലം പിന്നിൽ അത് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ഇന്നേ വരെ ഈ സംഘടന ഈ 3-ാം വർഷം സംഘടനയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. ആ ഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ നിയമാവലി അനുസരിച്ച് ഈ സംഘടനമായി ഉണ്ടായിരുന്ന സ്ഥാപക ഭാരവാഹികൾ പൂർണ്ണമായും ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സംസ്ഥാന സമ്മേളനം. നമ്മുടെ ഓരോ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോഴും 15 സംസ്ഥാന ഭാരവാഹികളാണ്. 5 പേർ വീതം ഓരോ വർഷവും. അങ്ങനെ അവസാനത്തെ 5 പേർ മാറുന്ന വർഷം. ആ രീതിയിൽ മുന്നോട്ട് പോയ സംഘടന ഇന്ന് വൈദ്യുതി ബോർഡിന്റെ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. 2 കേസുകൾ നമ്മൾ കേരളത്തിൽ പോയി. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നികത്തി കരാർ ലംഘിച്ചുകൊണ്ട്, സർക്കാർ വിജ്ഞാപനം ലംഘിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് മാസ്റ്റർ ട്രസ്റ്റിൽ പണം നിക്ഷേപിക്കാതെ
വൈദ്യുതി ബോർഡിൽ പെൻഷന് തടസ്സമുണ്ടാക്കിയിരിക്കുന്നു. പെൻഷൻ കൊടുക്കാത്ത സാഹചര്യം ഇലക്ട്രിസിറ്റി ബോർഡിൽ സംജാതമായിരിക്കുന്നു. ഇത് പറഞ്ഞ ടൈമേല. നിങ്ങൾ മനസ്സിലാക്കണം, റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നു ഇലക്ട്രിക് ബോർഡിൽ പെൻഷൻ തുടങ്ങുമെന്ന്. വൈദ്യുതി ബോർഡിന്റെ ചെയർമാൻ 4 കത്തുകളിലൂടെ ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയോട് പറയുന്നു ഡ്യൂട്ടി 10 വർഷത്തേക്ക് കൂടി നീട്ടി തന്നെങ്കിൽ പെൻഷൻ ഈ പറയുന്ന നവംബർ മാസം 1 മുതൽ തുടങ്ങുക. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മന്ത്രി, വൈദ്യുതി മന്ത്രി ധനകാര്യ വകുപ്പ് പറയും. അങ്ങനെ പറഞ്ഞ ആ കേസിൽ, അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത കേസിൽ കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഒരു സ്പീക്കിംഗ് ഓർഡറാണ്, ഒരു സ്പീക്കിംഗ് ജഡ്ജ്മെന്റാണ്, അല്ലാതെ 3 മാസത്തിനകം തീരുമാനമുണ്ടാക്കാൻ എഴുതി മാത്രം വെച്ചത്. ആ ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായ വിഷയങ്ങളാണ്. അതുകൊണ്ട് 1 മാസത്തിനകം ഈ പെറ്റീഷണർ, പെൻഷനേഴ്സ് കൂട്ടായ്മ വിശദമായ ഒരു ആക്ഷേപം കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കാം. അങ്ങനെ 1 മാസത്തിനുള്ളിൽ വിശദമായ ആക്ഷേപം കിട്ടിയാൽ 4 മാസത്തിനകം വൈദ്യുതി ബോർഡിനെ വിളിച്ചു വരുത്തി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി തെളിവെടുപ്പ് നടത്തണം. തെളിവെടുപ്പ് നടത്തി ഉത്തരവുകളും നടപടികളും ഉണ്ടാകണം. അങ്ങനെ ഉത്തരവുകളും നടപടികളും കൈക്കൊള്ളുമ്പോൾ ഒരു കാര്യം ചീഫ് സെക്രട്ടറി മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കേരള സർക്കാരും ഇലക്ട്രിസിറ്റി ബോർഡും കൈക്കൊണ്ട നിയമവിരുദ്ധമായ, കരാർ വിരുദ്ധമായ നടപടികളും ഉദാസീനതയുമാണ് 40,000 വരുന്ന പെൻഷൻകാരുടെയും 30,000 വരുന്ന ജീവനക്കാരന്റെയും ഒരു ഭാവി തുലാസിലാടുവാനുള്ള കാരണം എന്ന് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടപടികൾ ചെയ്യുന്നത് എന്നാണ്. ഓഗസ്റ്റ് മാസം 7-ാം തീയതി ഉത്തരവ് വന്നു. സെപ്റ്റംബർ മാസം 7-ാം തീയതി നമ്മുടെ ചീഫ് സെക്രട്ടറിക്ക് വളരെ വിശദമായ ഏകദേശം 54 പേജുള്ള ഒരു ആക്ഷേപം മെമ്മോറാണ്. നവംബർ മാസം 1-ാം തീയതി ഇലക്ട്രിസിറ്റി ബോർഡിലെ ഫിനാൻസിന്റെ ഡയറക്ടർ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രതിനിധികളെ ആയിട്ട് ധനകാര്യ ഉപദേഷ്ടാവിനെയും കൂട്ടായ്മയിലെ പ്രതിനിധികളെയും ചീഫ് സെക്രട്ടറി ഹിയറിംഗിന് വിളിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അടുക്കള വഴി നുണ്ടു കയറാൻ ശ്രമിച്ച നാണം കെട്ട എരപ്പാളികളുടെ സംഘടനയാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന്. പക്ഷേ ചീഫ് സെക്രട്ടറി ഒരു IAS-കാരനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് സാധ്യമല്ല. അത് സാധ്യമല്ലാത്തതിന് കാരണം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഈ ഹിയറിംഗിൽ നിങ്ങൾ വിളിക്കാൻ എനിക്ക് കോടതിയിൽ പോയി നിർത്താൻ നേരമില്ല. അങ്ങനെ നമ്മളുടെ തെളിവെടുത്തു. ഇലക്ട്രിസിറ്റി ബോർഡ് ത്രികക്ഷി കരാർ പൂർണ്ണമായും ലംഘിച്ചിരിക്കുന്നു എന്ന് മിനിറ്റ് ചെയ്യപ്പെട്ടു. സർക്കാർ 1 പൈസ പോലും നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് കൊടുക്കാനില്ലെന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് സമ്മതിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡിന് ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ തുക യൂട്ടിയായി ലഭിച്ചു എന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് കണക്കുകൾ പറഞ്ഞു. ആ ഹിയറിംഗ് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം. അപ്പോ അതിന്റെ സമയപരിധി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ ഒരു മാപ്പപേക്ഷ, അതായത് ഇത് ധനകാര്യ വകുപ്പിന്റെയും നിയമവകുപ്പിന്റെയും വിശദമായ പരിശോധനകൾ അനിവാര്യമായ വിഷയമായതുകൊണ്ട് ഞങ്ങൾക്ക് 2 മാസം കൂടി ഇതിനുള്ള കാലം സമയം ലഭിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഉത്തരവ്. പിന്നീട് ഇലക്ഷന്റെ പ്രഖ്യാപനമായി മിനിയാന്ന് ഊർജ്ജ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറി ഇത് സംബന്ധിച്ച കരട് വൈദ്യുതി മന്ത്രിക്ക് കൈമാറി എന്നാണ്. അപ്പൊ അതിൽ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയനുകൾ മറുപടി പറയേണ്ട നിലപാടാണ്. സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 35% ബാധ്യത എന്ന് പറയുന്നത് ഈ കമ്പനി ആകുന്ന സമയത്തെ 12,419 കോടി രൂപയ്ക്ക് മാത്രമാണ്. അതനുസരിച്ച് 2015 ഇറക്കിയ കൈമാറ്റ പദ്ധതിയുടെ ഭേദഗതിയിൽ ഫണ്ടിംഗ് വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ ഫണ്ടിംഗ് വ്യവസ്ഥ ഏർപ്പെടുത്തിക്കൊണ്ട് പുനർവിജ്ഞാപനം ചെയ്തപ്പോ ഞങ്ങളുടെ ബാധ്യത ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓരോ ട്രേഡുകാർക്കും പെൻഷൻ തന്നെയും 2015 തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ വിജ്ഞാപന ഭേദഗതിയുടെ ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത്
സമവായത്തിലെത്തി വിജ്ഞാപനം അമെന്റ് ചെയ്യണമെന്നും അങ്ങനെ സമവായത്തിൽ എത്തുന്നില്ലെങ്കിൽ സർക്കാരിന് ഉത്തരവിറക്കും എന്നാണ് വ്യവസ്ഥ. പക്ഷെ ആ വ്യവസ്ഥ ലംഘിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ട് അത് ചോദിക്കുവാൻ, അതിനെതിരെ നാവ് നോക്കുവാൻ ഇലക്ട്രിസിറ്റി ബോർഡിനെ ഒരിക്കലുമില്ലായിരുന്നു. അതിനുശേഷം ഈ ഹിയറിംഗ് കഴിഞ്ഞ് അന്ന് രാത്രി 9:30 ഒരു വിജ്ഞാപനം ഇറക്കി. എന്താ വിജ്ഞാപനം? അതിനു മുമ്പ് 2015 നടത്തിയ രണ്ടാം കൈമാറ്റ പദ്ധതിയുടെ ഭേദഗതി എന്ന് പറയുന്നത് 7,584 കോടി രൂപയുടെ ഫണ്ടിംഗ് വ്യവസ്ഥയ്ക്ക് പകരം 12,419 കോടി രൂപയുടെ ഫണ്ടിംഗ് വ്യവസ്ഥ. അതായത് 2023 ഒക്ടോബർ 31 വരെയുള്ള ഡ്യൂട്ടിയും 8,746 കോടി രൂപയുടെ കടപ്പത്രവും ഇലക്ട്രിസിറ്റി ബോർഡ് പുറപ്പെടുവിക്കണം. ആ കടപ്പത്രത്തിന്റെ പലിശ 10% പലിശയും പിന്നെ 20 വർഷത്തേക്കുള്ള തിരിച്ചടവും ഏപ്രിൽ 1-ാം തീയതി മാസ്റ്റർ ട്രസ്റ്റിന് കൈമാറണം. ആ ഫണ്ട് ഉപയോഗിച്ച് മാസ്റ്റർ ട്രസ്റ്റ് ഭാവിയിലെ പെൻഷൻ ബാധ്യത കൈമാറണം. ആ രീതിയിലേക്ക് ഈ 7,586 കോടി രൂപയുടെ ഫണ്ടിംഗ് വ്യവസ്ഥ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, പകരം വയ്ക്കുകയാണ്. എന്തൊരു ചെയ്തത് 2015 പക്ഷേ ഈ പറയുന്ന 2023 ഒക്ടോബർ 31-ാം തീയതി രാത്രി ഇറങ്ങിയ വിജ്ഞാപനത്തിൽ നാളെ മുതൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ട്രഷറിയിൽ അടയ്ക്കണം എന്നും അതിന്റെ ഘട്ടത്തിൽ നമ്മുടെ രണ്ടാം കൈമാറ്റ പദ്ധതിയിലെ ഫണ്ടിംഗ് വ്യവസ്ഥ ഉൾപ്പെടുന്ന 6-9 എന്ന് പറയുന്ന വ്യവസ്ഥ, അതായത് 2015 12,419 കോടി രൂപയ്ക്ക് വേണ്ടി അമെന്റ് ചെയ്ത സ്കീം, ആ വ്യവസ്ഥ ഒമിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്, ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെൻഷൻ ബാധ്യതയിൽ നിന്ന് കേരള സർക്കാർ പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ആരും ചോദിച്ചില്ല, ആരും പറഞ്ഞില്ല, ആരും ചോദിക്കാനില്ലായിരുന്നു. എല്ലാം രാഷ്ട്രീയമായി നേരിടുന്ന ആളുകളാണ്. എല്ലാം, അതായത് വസ്ത്രം ധരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിസർജിക്കുന്നതും വിശ്വാസം എടുക്കുന്നത് പോലെ രാഷ്ട്രീയമായി പരിഹരിക്കുന്ന ആളുകളാണ്. അതിന് വൈദ്യനും നിയമവും എല്ലാം രാഷ്ട്രീയമായി പരിഹരിച്ചതായി ഒന്നുമായില്ല. ഇത് റദ്ദീകരിക്കുമെന്നാണ് പറഞ്ഞത്. ആര് റദ്ദീകരിക്കും? അത് റദ്ദീകരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി റദ്ദീകരിക്കുന്ന ആരും റദ്ദീകരിക്കില്ല. 3-ാമത്തെ ദിവസം നമ്മുടെ ഹൈക്കോടതിയിൽ കേസ് സ്റ്റേ ചെയ്യാൻ. അപ്പോ 15 മാസത്തിനകം ഭേദഗതി നടത്തുവാന് സർക്കാരിന് അവകാശമുണ്ട്. 15 മാസത്തിനകം ഭേദഗതി നടത്താം. കമ്പനിയായി കഴിഞ്ഞിട്ട് കൊല്ലത്രയും 10 ഭേദഗതി നടത്തണമെങ്കിൽ ബന്ധപ്പെട്ട ത്രികക്ഷി കരാറിലെ ആളുകൾ ഉൾപ്പെടെയുള്ളതുമായി ചർച്ച ചെയ്യണം. ഇതൊക്കെ കാറ്റിൽ പറഞ്ഞ് തോന്നിവാസം, കരിമ്പിൻ കാട്ടിലെ ആന ചവിട്ടി മരിക്കുന്ന പോലെ ഉദ്യോഗസ്ഥ വൃത്തം മതിച്ച് മുന്നേറിക്കിട്ട് ഒരുത്തനെ ചോദിക്കാൻ സാഹചര്യത്തിലാണ് ഹൈക്കോടതി അത് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത കേസിൽ ഇന്നേ വരെ സത്യവാങ്മൂലം കൊടുക്കാൻ കേരള സർക്കാരിന് വേണ്ടി 9 മാസമായി. ഈ വരുന്ന ജൂലൈ മാസം 19-ാം തീയതി വരെ സർക്കാർ ഇറക്കിയിട്ടുള്ള ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തിരിക്കുക. 9 മാസമായി. നവംബർ. ഈ 9 മാസത്തിനുള്ളിൽ ഒരു എതിർ സത്യവാങ്മൂലം കൊടുക്കുവാൻ സർക്കാർ ഇലക്ട്രിസിറ്റി ബോർഡ് സത്യവാങ്മൂലം എന്താ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സർക്കാർ പാലിക്കേണ്ടതാണ്. 35% സർക്കാർ വഹിക്കേണ്ടതാണ്. അധിക ബാധ്യതയ്ക്ക് ഞങ്ങൾ കത്തെഴുതിയിട്ടുണ്ട്. 4 കത്തുകൾ എഴുതി. 17,000 കോടി രൂപയുടെ ബോണ്ട് ഇറക്കാൻ ബോണ്ട് മാസ്റ്റർ ട്രസ്റ്റിന് കൊടുക്കാൻ അനുവദിക്കണമെന്നും സർക്കാർ വിഹിതമായിട്ടുള്ള 10 വർഷത്തേക്ക് ഡ്യൂട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് റീപെയിൻ ചെയ്യാൻ അനുവദിക്കണമെന്നും ഞങ്ങൾ 4 കത്തുകൾ എഴുതിയിട്ടുണ്ട്. 4 കത്തുകൾ എക്സ്പിറ്റ് ആയിട്ട് ത്രികക്ഷി കരാറിന്റെ കോപ്പി വെച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വിജ്ഞാപനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അവസാനം ഒരു സെന്റൻസിൽ അതുകൊണ്ട് ഇവര് പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയായി കൊണ്ട് തെരഞ്ഞെടുക്കണമല്ലോ. അതേതായാലും കോടതി ചെയ്തിട്ട് നോക്കും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ
കൂട്ടി നമ്മളുടെ കൈവശം നിൽക്കുന്നത് കൊണ്ടാണ് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഇലക്ട്രിസിറ്റി ബോർഡിന് മുടക്കാമെന്ന് തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ അവർ അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നില്ല എന്നാണ്. അതാണ് അതിന്റെ അർത്ഥം. ഇനി അതല്ല, പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് മുടങ്ങുമെന്നത് മിത്താണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവന്റെ വിത്ത് മോശമാണ്. അതേ പറയാം, അല്ലാതെ അതിനൊക്കെ വേറെ എനിക്ക് പറയാം. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ നിലനിർത്തുവാൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയിൽ ഇതിലെ അംഗങ്ങളുടെ പങ്ക് എന്താണ് എന്നാണ് ആത്മവിമർശനപരമായി